പാനൂർ മുളിയാന്തോട് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ടെറസിലായിരുന്നു ബോംബ് നിർമ്മാണം. ഇന്ന് പുലർച്ചെ 1 മണിയോടെ സ്ഫോടനമുണ്ടായി. ഉഗ്ര സ്ഫോടനമാണ് നടന്നത്. പൊട്ടിത്തെറിയിൽ പരിക്കേറ്റവരിൽ ഒരാളുടെ കൈവിരലുകൾ റോഡിലേക്ക് വരെ തെറിച്ചു വീണു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുത്തൂർ സ്വദേശി ഷെറിനാണ് മരിച്ചത്. ഷെറിന്റെ കഴുത്തിൽ ചീളുകൾ തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വിനീഷിന്റെ കൈവിരലുകളും സ്ഫോടനത്തിൽ തകർന്നു. സംഘത്തിലുണ്ടായിരുന്ന വിനോദ്, അശ്വന്ത് എന്നിവർ ചികിത്സയിലാണ്. വീടിന് സമീപത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു ബക്കറ്റ് നിറയെ സ്ഫോടക വസ്തുക്കളും 2 ബോംബുകളും കണ്ടെടുത്തു. ബോംബ് സ്ക്വാഡ് എത്തി ബോംബുകൾ പൊട്ടിച്ച് നിർവീര്യമാക്കി. വീട്ടുടമ അറിയാതെയായിരുന്നു ബോംബ് നിർമ്മാണം. അവരിങ്ങനെ വന്നു പറമ്പത്തൊന്നും ആരും വരില്ല. ഞാൻ വന്ന് നോക്കണ്ട, ഇങ്ങനെ 1-2 പേർക്ക് പോയി. ഇന്നലെ വന്ന് പെറുക്കി അവിടെ വെച്ച് 2 പെറുക്കി അവിടെ വെച്ചിട്ട് പോകുന്നു. നേരം പോയിക്കൊണ്ട് പോയിട്ടില്ല. പിന്നെ ആളെയൊന്നും പറമ്പത്തൊന്നും കാണില്ല. പറമ്പത്ത് കാണാണ്ട് ആരോട് ചോദിക്കാനൊന്നും പറ്റില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് കലാപം സൃഷ്ടിക്കാനാണ് CPM ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പാനൂരിൽ ഷാഫി പറമ്പിൽ നാളെ പ്രചാരണത്തിനെത്താനിരിക്കെയാണ് സ്ഫോടനം. പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അവരിതിനു മുമ്പ് ആണയിട്ട് പറഞ്ഞൊരു കേസ് TP ചന്ദ്രശേഖരന്റെ വധക്കേസായിരുന്നു എന്ന് വടകരയിലെ ജനങ്ങൾ മറക്കരുത്. കണ്ണൂർ ജില്ലയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ എതിരാളികളെ ആയുധം ഉപയോഗിച്ച് നേരിടാനാണോ ശ്രമിക്കുന്നത്? ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടവരെ നേരത്തെ തന്നെ പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞെന്നായിരുന്നു പാനൂർ ഏരിയ കമ്മിറ്റിയുടെ വിശദീകരണം. പാർട്ടിയുമായിട്ട് ഇവർക്ക് ബന്ധമില്ല എന്നുള്ളതും പരസ്യമായി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകൾ നടത്തിയിട്ടുള്ള ബോംബ് നിർമ്മാണം, അതിൻ്റെ ഭാഗമായുണ്ടായ സ്ഫോടനം CPMന്റെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉണ്ടായ സ്ഫോടനം CPMനെ രാഷ്ട്രീയമായി ഏറെ പ്രതിരോധത്തിൽ നിർത്തുന്നതാണ്. പാനൂരിൽ നിന്നും ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.